കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. എൻ്റെ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്ന വിഷയം വേർപിരിഞ്ഞ ദമ്പതികൾ ഒരുമിക്കാൻ എന്ത് ചെയ്യണം. അപ്പോൾ വേർപിരിഞ്ഞ് നിൽക്കുന്ന ദമ്പതിമാർക്ക് ഒന്നിക്കണമെന്നുണ്ടെങ്കിൽ ചിലവർ വേർപിരിയാൻ തയ്യാറായിട്ട് കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് മോചനം കിട്ടിയാൽ മതി, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവള് എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരിത് ചെയ്യണ്ട, അവര് അതിൻ്റെതായ വഴിക്ക് പോയാൽ മതി. അല്ലാതെ ഭാര്യ ഭർത്താക്കന്മാര് നിസ്സാര കാര്യങ്ങൾ കൊണ്ട് വേർപിരിഞ്ഞ് താമസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേർപിരിഞ്ഞ് ഒരു വീട്ടിൽ തന്നെ വേർപിരിഞ്ഞ് താമസിക്കുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ അടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ അകന്നു നിൽക്കുന്ന ദമ്പതികൾക്ക് ഗുണകരമാവും. പല കാര്യങ്ങൾ കൊണ്ട് വഴക്കിട്ട് മാറി നിൽക്കുന്ന ദമ്പതിമാരുണ്ടാവും നമ്മളുടെ ഇടയിൽ, ഇല്ലേ? പല കാര്യങ്ങൾ. ഇനി ഒരു വീട്ടിൽ തന്നെ ഭാര്യ ഭർത്താക്കന്മാര് 2 മുറികളിലായിട്ട് മാറി വേർപിരിഞ്ഞ് താമസിക്കുന്നവരുണ്ടാവും. അവർ തമ്മിൽ നേരെ നോക്കിയാൽ സംസാരിക്കില്ല. നേരെ നോക്കിയാൽ ഈ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ സംസാരിക്കില്ല. വേർപിരിഞ്ഞ് ഒരേ കുടുംബത്തിൽ തന്നെ താമസിക്കും. ചിലവര് വേർപിരിഞ്ഞ് ഭർത്താവ് ഭർത്താവിൻ്റെ വീട്ടിലും ഭാര്യ ഭാര്യയുടെ വീട്ടിലും പോയി താമസിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നെ പോലെയുള്ള പല ജ്യോത്സ്യന്മാരെയും പലരും വിളിച്ച് ചോദിക്കാറുള്ള ഒരു കാര്യമാണിത്. അതിന് പരിഹാരം എന്താണെന്ന് പറഞ്ഞു തരണമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള പരിഹാര മാർഗങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പം ഈ ദമ്പതിമാര്, വേർപിരിഞ്ഞിരിക്കുന്ന ദമ്പതിമാര് ഈശ്വരവിശ്വാസികളാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. സ്ത്രീകൾ വളരെ ചെറിയ ഇതിൽ നിന്ന് തന്നെ തുടങ്ങുക. സ്ത്രീകളെ സന്ധ്യാനാമത്ത് ലളിത സഹസ്രനാമം തീർച്ചയായിട്ടും ചൊല്ലണം. സ്ത്രീകൾ സന്ധ്യാസമയത്ത് ലളിത സഹസ്രനാമവും ദേവി സ്തുതികളും നിങ്ങൾ ചൊല്ലണത് ഒരു പതിവാക്കി മാറ്റണം. പലരും ചൊല്ലുന്നുണ്ടാവാം. അപ്പം ചൊല്ലാത്തവരുണ്ടെങ്കിൽ അത് നിങ്ങൾ ചൊല്ലണം. അത് നിങ്ങളുടെ ആ ഒരു ദാമ്പത്യ ബന്ധത്തിൽ നിന്നുള്ള അകൽച്ച മാറ്റിത്തരാൻ ദേവിക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതേപോലെ തന്നെ 3 പൗർണമി നാളിൽ, 3 പൗർണമി നാൾ, അതായത് വെളുത്തവാവിന് ഗണപതി ക്ഷേത്രത്തിൽ സംവാദ സൂക്ത മന്ത്രത്താൽ ഗണപതിക്ക് ഹോമം നടത്തണം. ഞാൻ ഒന്നുകൂടി പറയാം. 3 പൗർണമി നാളിൽ ഗണപതി ക്ഷേത്രത്തിൽ സംവാദ സൂക്ത മന്ത്രത്താൽ ഗണപതി ഹോമം നടത്തണം. ഇതിന് അപാരമായ ശക്തിയുണ്ട്. അതുകൂടാതെ ഭഗവതി സേവയും നടത്തിയാൽ നന്നായിരിക്കും. അപ്പൊ ഈ സംവാദ സൂക്തം കൊണ്ട് ഗണപതിക്ക് ഹോമം നടത്തിയാൽ അകന്നു നിൽക്കുന്ന ദമ്പതിമാർക്ക് ഒന്ന് അടുത്ത് കിട്ടാനുള്ള അവസരങ്ങൾ വരും. അവർ ഒന്നിക്കും. അതുകൂടാതെ പതിവശ്യ യന്ത്രം എന്ന് പറഞ്ഞ യന്ത്രമുണ്ട്. അത് സ്ത്രീകൾ ധരിക്കേണ്ടത്. പതിവശ്യ യന്ത്രം അത് എഴുതി കിട്ടാൻ സാധ്യതയുള്ള സ്ത്രീകൾ പതിവശ്യ യന്ത്രം എഴുതി ധരിച്ചാൽ ഭർത്താവിനെ ആകർഷിക്കുകയും ഭർത്താവിൽ നിന്നുള്ള അകൽച്ച മാറി കിട്ടുകയും ചെയ്യും. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.